ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ സ്നേഹികളായ മുത്തായ സുഹൃത്തുക്കളെ, ഒന്ന് നീട്ടി സലാം വിളിക്കാണി. അസ്സലാമു അലൈക്കും. ലതൽ ഹബീബിന്റെ 7ാമത്തെ പരിപാടിയിലാണല്ലോ ഞാനും നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാഥൻ കബൂലാക്കട്ടെ, ആമീൻ. അല്ല കൈമാരെ, ചിന്തിച്ചിട്ടൊരു മന്ദപ്പ്. ഒരു ദിവസം സ്കൂളിൽ കളിച്ചാൻ വിട്ടപ്പോ ഞാനും എന്റെ ചങ്ങായിമാരോ റബ്ബർ തോട്ടത്തുള്ള നടക്കേന്. അപ്പണ്ട് അവിടെ ഇവിടെ കഴിച്ച് കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും സോർച്ചിങ്ങനെ നടത്തുന്നു. നമ്മളെ ജാതിക്കാരൻ കേട്ടോ, ഹറാമല്ല കൂട്ടരെ. ഇത് കണ്ടപ്പോഴാണ് ഇച്ചൊരു കഥ ഓർമ്മത്. നമ്മളെ ഫോണില്ലാവിധങ്ങളെ കഥ. മൂപ്പരെ കാണാൻ ഭയങ്കര ചൊറുക്കേന്. ഇന്നത്തെ സിനിമാ നടന്മാരെ പോലെ അന്നത്തെ ആളുകളല്ല. മൂപ്പർക്ക് മുസ്ലിം മതങ്ങളേക്കുന്നില്ലേ, സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാ, ചില്ലറക്കാരനല്ല. അതോടെ സഹാബി കുടുങ്ങി. എവിടെ പോയാലും മൂപ്പര് നോക്കാനായിട്ട് അവിടെ ഇവിടെ കഴിച്ച് കുറച്ച് പെണ്ണുങ്ങള്. അങ്ങനെ മൂപ്പരിങ്ങനെ കുടുങ്ങിക്കുമ്പോഴാണ് ഹജ്ജ് സീസൺ വന്നത്. അന്നത്തെ ഇസ്രായേലിന്റെ നേതാവായ സൽമാൻ ഫാരിസ് പോയി. അങ്ങനെ സൽമാൻ ഫളുലാവിധങ്ങള് ഹജ്ജിന് പോവാൻ നേരത്തെ എങ്ങനൊക്കെ ഈ ലൈല പെണ്ണറിഞ്ഞു. അപ്പോൾ ഒപ്പിച്ചൊരു സീറ്റ്. അങ്ങനെ ഹജ്ജിന് പോകാൻ തുടങ്ങിയപ്പോ രാത്രി ടെന്റ് കെട്ടി അവിടെ നിന്നു. അപ്പണ്ട് ലൈല പെണ്ണ് ഫളുലാവിധങ്ങളെ ടെന്റിൽ കയറി. ഫളുലാവിധങ്ങൾ ഇത് പെണ്ണാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഫളുലാവിധങ്ങൾ പോ പെണ്ണ് വെറുതെ വണ്ടി പണി ഉണ്ടാക്കാതെയാണ്. പിന്നെ അതാ പിറ്റേന്ന് റെയ്ഡാണ്. എന്തിനാണെന്നറിയോ? ലൈല പെണ്ണിന്റെ മാല കാണില്ല. അങ്ങനെ അതാ അടുത്തത്. അങ്ങനെ എല്ലാ ആൾക്കാരെ വെട്ടി നിർത്തി. അടുത്ത നമ്മളെ ഫളുലാവിധങ്ങളാ. സൽമാൻ ഫാരിസ് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങളങ്ങനെ ഒന്നും ചെയ്യൂല പറഞ്ഞു. അങ്ങനത്തെ മാല കിട്ടി കൂട്ടര്. ആരെ പെട്ടീന്നറിയോ? നമ്മളെ ഫളുലാവിധങ്ങളെ പെട്ടീന്ന്. കൊറേ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കൊറേ ആളുകൾ അമ്പരന്ന് പോയി. പിന്നെ കൊറേ കഴിഞ്ഞപ്പണ്ട് ലൈലപ്പെട്ടിനെ തെല്ലെന്ന് വെച്ചാ ഓടി വരണേ, ഓടി വരണേ, എന്നെ അപമാനിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതല്ലാതെ തുണിന്റെ കമ്പം പിടിച്ച് മണ്ടി വന്ന്. അപ്പണ്ട് ലൈലപ്പെണ്ണ അടുത്തേക്കുണ്ട്, തൊട്ടപ്പുറത്ത് ഫളുലും. അപ്പോ നാട്ടാരൊക്കെ പറഞ്ഞു, കെട്ടുണ്ടായി കള്ള സൂഫിനാണ്. പിന്നെ സൽമാൻ ഫാരിസിനൊക്കെയാണ് ആകെ തലക്ക് പിരാന്തിടിച്ച്. അന്നത്തെ നേതാവാണെന്നറിയ കൂട്ടരെ നമ്മളെ ഉമർ റളിയല്ലാഹു. പിന്നെ അപ്പത്തെ ആ കേസ് നേരെ കണ്ട് അലി റളിയല്ലാഹു വിട്ട്. അലി റളിയല്ലാഹു പറഞ്ഞു, ഫളുലും അങ്ങനെ ചെയ്യൂലല്ലോ. ഉമർ റളിയല്ലാഹു ഈ കേസ് നേരെ ഉമർ റളിയല്ലാഹുവിലേക്ക് അയച്ചു. ഉമർ റളിയല്ലാഹു ഫസ്റ്റ് ചോദ്യം തന്നെ ഫളുലിനോട്, ഇങ്ങനെ കണ്ടാലും വെച്ച് അല്ലാഹു അഅലം, നീ അടുത്തത് ലൈലനോടാ. അപ്പൊ ലൈലന്റെ അടിമ അവിടുന്ന് കിടുകാർക്കുന്നുണ്ട്. അപ്പൊ ലൈലനോട് വെച്ച്, ഇങ്ങനെ ഉണ്ടായിനോ? ആ ഉണ്ടായിനു. അടുത്ത ഇനി നമ്മളെ ലൈലന്റെ അടിമയോടാ. ലൈലന്റെ അടിമ പറഞ്ഞു, എന്റെ യജമാനത്തി പറഞ്ഞത് കളവാണ്. ഫസ്റ്റത്തെ ദിവസം ടെന്റിൽ പോയിരുന്നു. അപ്പൊ കാലത്തിൽ മാലയുണ്ടായിരുന്നു. പിറ്റേത്തെ ദിവസം എനിക്കൊരു പൊടി തന്നിട്ട് പറഞ്ഞ് ഫളുലിനോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. പിന്നെ എന്റെ യജമാനത്തി അവിടുന്ന് ബാളുണ്ടാക്കി. നോക്കു കൂട്ടരെ, അള്ളാഹ്ക്കും വേണ്ടിയിട്ട് നമ്മളെ ഫളുലാവിധങ്ങള് നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണിനല്ലേ കളഞ്ഞത്. നമ്മളൊക്കെയാണ് ഇടിച്ച് ചാടീന്. കഥ പറഞ്ഞ് ഞാനും കഴിഞ്ഞ് കേട്ടങ്ങളും. എന്നാ ഞാൻ പോവാട്ടോ. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ അക്ബർ സോറി